നമസ്തേ. ഇനി ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ സംസാരബന്ധം ദേഹാധ്യാസത്തിൽ നിന്നുണ്ടാകുന്നു എന്ന പ്രബോധനം, ലോകത്തിൻ്റെ മിഥ്യാത്വ നിരൂപണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമോധ്യായ. ശ്രീഭഗവാനുവാച. മയോദിതേഷ്വപഹിത സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരമകാമാത്മാ സമാചരേൽ അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. സുപ്തസ്യ വിഷയാ ലോകോ ധ്യായതോ വാ മനോരഥ നാനാത്മകത്വാ വിഫലസ്തഥാ ഭേദാത്മധീർഗുണൈഃ നിവൃത്തം കർമ്മ സേവേദാ പ്രവൃത്തം മത്പരസ്ത്യജേ ജിജ്ഞാസായാം സത്പ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം യമാനഭീക്ഷ്ണം സേവേദ നിയമാൻ മത്പരക്വചിൽ മതഭിജ്ഞം ഗുരും ശാന്തമുപാസീതമതാത്മകം അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോർത്ഥജിജ്ഞാസുരനസൂയുരമോഘവാൽ ജായാപത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീനസമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മന വിലക്ഷണസ്ഥൂലസൂക്ഷ്മാദേഹാദാത്മേക്ഷിതാ സുദൃഗ് യഥാഗ്നിർദാരുണോ ദാഹ്യാദാഹോന്യപ്രകാശകാ നിരോധോത്പത്യണുബൃഹന്നാനാത്വം തത്കൃതാൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പര യോസോ ഗുണൈർവിരജിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിദാത്മനഃ തസ്മാത് ജിജ്ഞാസയാത്മാനമാത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേദേതദ്വസ്തുബുദ്ധിം യഥാക്രമം ആചാര്യോരണിരാദ്യ സ്യാദന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധിഃ സുഖാവഹ വൈശാരദീ സാദിവിശുദ്ധബുദ്ധിർധുനോതി മായാം ഗുണസംപ്രസൂതാം ഗുണാം ച സന്ദഹ്യേതാത്മവേദ സ്വയം ച ശാമ്യത്യസമിദ്യഥാഗ്നി അഥേഷാം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മനാം മന്യസേ സർവഭാവാനാം സംസ്ഥാം ഹ്യൗത്പത്തികീ യഥാ തത്തതാകൃതിഭേദേന ജായതേ ഭിദ്യത്തെ ച ധീ ഏവമപ്യംഗ സർവേഷാം ദേഹിനാം ദേഹയോഗത കാലാവയവതഃ സന്തി ഭാവാ ജന്മാദയോ സകൃ അത്രാപി കർമ്മണാം കർത്തുരസ്വാതന്ത്ര്യം ച ലക്ഷ്യത്തെ ഭോക്തുശ്ച ദുഃഖസുഖയോ കോന്വർത്ഥോ വിവശം ഭജേത് ന ദേഹിനാം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമപി തഥാ ച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം യദി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തേപ്യധാനവിദുർയോഗം മൃത്യുർന പ്രഭവേദ്യഥാ കോന്വർത്ഥസുഖയത്യേനം കാമോ വാ മൃത്യുരന്തികേ ആഘാതം നീയമാനസ്യ വധ്യസ്യേവനതു തുഷ്ടിതാ ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാസൂയാത്യവ്യയൈ ബഹ്വന്തരായ കാമത്വാ കൃഷിവച്ചാപി നിഷ്ഫലം അന്തരായേരവിഹതോ യതി ധർമ്മം സ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു
ഇഷ്ട്വേഹ ദേവതായജ്ഞൈ സ്വർലോകം യാതി യാജ്ഞിക ഭുഞ്ജീത ദേവദത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ സ്വപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവൈർവിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷധൃ സ്ത്രീഭിः കാമഗയാനേന കിങ്ങിണീ ജാലമാലിന ക്രീഡന്ന വേദാത്മപാദം സുരാക്രീഡേഷു നിർവൃത താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പദത്യർവാഗനിച്ഛൻ കാലചാലിത യദ്യധർമ്മരതഃ സംഗാതസദാം വാജിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധസ്ത്രൈണോ ഭൂതവിഹിംസക പശൂന വിധിനാ ലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാനവശോ ജന്തുർഗത്വായാത്യുൽബണം തമഃ കർമാണി ദുഃഖോദർക്കാണി കുർവൻ ദേഹേന തൈ പുനഃ ദേഹമാഭജത്തെ തത്ര കിം സുഖം മർത്യധർമ്മിണ ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോऽപി ഭയം മത്തോദ്വിപരാർത്ഥപരായുഷ ഗുണാഃ സൃജന്തി കർമാണി ഗുണോനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭുങ്ക്തേ കർമ്മഫലാന്യസോ യാവത് സ്യാ ഗുണവൈഷമ്യം നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവ ഹി യാവദസ്യാ സ്വതന്ത്രത്വം താവദീശ്വരതോ ഭയം ഏതത് സമുപാസീരം സ്ഥേ മുഹ്യന്തി ശുചാർപ്പിതാ കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവ ച ഇതി മാം ബഹുധാ പ്രാഹുർഗുണവ്യതികരേ സതി ഉദ്ധവ ഉവാച ഗുണേഷു വർത്തമാനോऽപി ദേഹജേഷ്വനപാവൃതഃ ഗുണൈർന ബധ്യത്തെ ദേഹി ബധ്യത്തെ വാ കഥം വിഭോ കഥം വർത്തേത വിഹരേ കൈർവാ ജ്ഞായേത ലക്ഷണൈ കിം ഭുഞ്ജീതോദ വിസൃജേച്ഛൈതാസീതയാതി വാ ഏതദച്യുത മേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദാം വര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമാം. ശ്രീഹരേ നാരായണ. ഹരി ഓം തത്സത്. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭഗവദുദ്ധവസംവാദേ ദശമോऽധ്യായം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരേ നാരായണ.